എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ഹീലേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. റെക്കി ഹീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പ്രാണി ഹീലേഴ്സ് ഉണ്ട്, ഏഞ്ചൽ ഹീലിംഗ് ഉണ്ട്, പിന്നെ നിരവധി പുതിയ പുതിയ ഹീലിംഗ് മൊഡാലിറ്റീസ് ഒരുപാടുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾ ഫേസ് ചെയ്യുന്നൊരു വിഷയത്തെ പറ്റിയാണ് ഞാനിന്ന് പറയുന്നത്. ഞാനിപ്പോൾ റേക്കിയുടെ ടീച്ചറാണ്. പിന്നെ കരുണ റെക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റമുണ്ട്, അതിൻ്റെ ടീച്ചറാണ്. പിന്നെ നമ്മളൊരു താന്ത്രിക് റെക്കി എന്ന് പറഞ്ഞൊരു വിദ്യ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ ആദ്യത്തെ രണ്ടെണ്ണമാണ്, രണ്ടും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഡീപ്പായിട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിൻ്റെ അകത്തുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. ഈ പ്രകൃതിയിൽ ഒരുപാട് ശക്തികളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കാണാവുന്നത്, ഇവിടെ മരങ്ങൾ കാണാം, ഇവിടെ ഈ കടപ്പുറത്തായിരിക്കുന്നത്, ഇവിടെ ഈ മണ്ണ് കാണാം, വൃക്ഷങ്ങൾ കാണാം, വീടുകൾ കാണാം, ആളുകൾ പോകുന്ന കാണാം. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ കാണാത്ത ഒരുപാട് എനർജി ബോഡീസ് നമുക്ക് ചുറ്റുമുണ്ട്. നല്ലതും ചീത്തയൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സാധാരണക്കാരായ ആൾക്കാർക്ക് കാണാൻ പറ്റില്ല. അത് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു വേറൊരു അവസ്ഥയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴാണ് എനിക്ക് കാണാൻ പറ്റുക. അത് തേർഡ് ഐ ചക്രയൊക്കെ നമുക്ക് കുറച്ചൊന്ന് ഓപ്പണായി കിട്ടുമ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ള കഴിവുകൾ കിട്ടുക. പിന്നെ ചില ആൾക്കാർക്ക് അത് സ്വപ്നത്തിൽ ദർശനമായിട്ട് കിട്ടും, ധ്യാനം ചെയ്യുന്ന സമയത്ത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ പ്രസൻസ് നമുക്ക് ചിലപ്പോൾ സൂചനകളായിട്ടും മനസ്സിലാക്കാൻ പറ്റും. പല സൂചനകളായിട്ട് അങ്ങനത്തെ എനർജീസ് ഉണ്ടെങ്കിൽ നമുക്ക് പല സെൻസേഷൻസ് നമ്മുടെ ബോഡിയിൽ വരും. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ സ്റ്റൊമക്ക്, പിന്നെ ഈ കണ്ണിൻ്റെ നമ്മുടെ ഇടത്ത് കണ്ണിൻ്റെ ഈ പീലിയുള്ള ഭാഗം, ഈ ചെന്നി എന്ന് പറയുന്ന ഈ ഭാഗം, പിന്നെ കൈയിൻ്റെ ഈ ഒരു ഭാഗം, അങ്ങനെ പല സ്ഥലങ്ങളിലും നമുക്ക് സെൻസേഷൻസ് ഉണ്ടാവും. നല്ല എനർജീസൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോയിൻറ്റുകളിലൊക്കെ തുടിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ ആദ്യം പഠിച്ചത്. ഇതിങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ബാഡ് എനർജീസ് ആണെങ്കിൽ അങ്ങനെയൊന്നുമല്ല. ബാഡ് എനർജീസ് ആണെങ്കിൽ കുറച്ചും കൂടി രൂക്ഷമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഞാനിതൊക്കെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. സാധാരണ ആളുകളൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യില്ല, ആരും പറഞ്ഞു കൊടുക്കില്ല. ഇത് ഇന്ന പോലെയൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എനിക്ക് അറിയണ കാര്യങ്ങൾ അത് വെച്ചാലും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം എല്ലാവരും അറിയണം, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം. കാരണം എല്ലാവരും സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹീൽ ചെയ്യുന്ന ആൾക്കാർ, അതായത് മറ്റുള്ളവനെ ഹീലിംഗ് ചെയ്യുന്ന ആളുകൾ, സെൽഫ് ഹീലിംഗ് ചെയ്യുന്നവർക്ക് അത് ബാധകമല്ല കേട്ടോ. സെൽഫ് ഹീലിംഗ് ചെയ്യുന്നവർക്ക് പ്രശ്നമില്ല. മറ്റുള്ളവൻ്റെ ദുരിതങ്ങൾ, കർമ്മങ്ങൾ, കാര്യങ്ങളിലേക്ക് കയറി കൈയിടുന്ന ആളുകൾ, അവരെ പറ്റിയാണ്. അത് ഏത് തരം ഹീലിംഗ് മെത്തേഡായാലും കുറച്ച് ദുരിതം ഹീലേഴ്സിന് കിട്ടുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതിനെപ്പറ്റി ഹീലേഴ്സ് നല്ലോണം മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ഈ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് ഒരു ഹീലറുടെ കാര്യം. എനിക്ക് നേരിട്ട് പരിചയമില്ല. നല്ല പവർഫുള്ളായിട്ടുള്ളൊരു ഹീലറായിരുന്നു നേരത്തെ. അപ്പോൾ അവർ വളരെ ഷാർപ്പാണ്. ഒരു ഹീലിംഗ് ചെയ്താൽ അത് സക്സസ് ആവും, അത്രയും നല്ല ഹീലറായിരുന്നു. പക്ഷേ അവർ ചെയ്ത് വന്നപ്പോൾ അവരറിയാതെ തന്നെ അവരുടെ വൈബ്രേഷൻ ഭയങ്കര ഹൈ ആയി. പിന്നെ ഒരാൾ ഫോൺ ചെയ്താൽ പോലും, ഒരു ക്ലയൻറ്റ് ഫോൺ ചെയ്താൽ പോലും എടുക്കാൻ പറ്റില്ല അവർക്ക്. ഹീലിംഗ് പയ്യെ അവർ സ്റ്റോപ്പ് ചെയ്ത് ഇപ്പോൾ എന്താ പറയുക, മനുഷ്യരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയി എന്നുള്ളതാണ്. ആക്ച്വലി ഇതൊരു റിയാലിറ്റിയാണ്. അത് ഞാൻ ഫേസ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അതിനെ തരണം ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ പരിശീലിക്കണം. കുറച്ച് ഹീലേഴ്സിനോടാണ് ഞാൻ പറയണത്. ഇപ്പോൾ റെക്കിയുടെ സെക്കൻഡ് ഡിഗ്രിയൊക്കെ എടുത്ത് ഹീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആദ്യകാലങ്ങളിലൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല, അങ്ങനെ അവിടെ പോകും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴാണ് ഇത്തരം വിഷയങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആകുമ്പോൾ, അപ്പോൾ മാത്രമാണ് നിങ്ങൾക്കത് ബാധിക്കുകയുള്ളൂ. അതിന് മുമ്പ് വരെയും ബാധിക്കില്ല. നിങ്ങൾ ധ്യാനമൊക്കെ ചെയ്ത് അങ്ങനെ പോകുമ്പോഴാണ്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഒരുപാട് ആളുകൾ ഹീലേഴ്സ് ഉണ്ടായിരുന്നു പണ്ട്. പഴയ പേര് കേട്ട ഹീലേഴ്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരൊന്നും ആരും ചെയ്യുന്നില്ല. പുതിയ ആളുകൾ വരുന്നുണ്ട്, അവർ കുറച്ച് നാൾ ചെയ്യും, പിന്നെ നിർത്തും. അതാണിപ്പോൾ നമ്മൾ കണ്ടുവന്നേക്കുന്നത്. ഞാൻ 2001 മുതൽ, അതായത് ഒരു 25 വർഷം ഈ ഫീൽഡിൽ വന്നിട്ട് ഇപ്പോഴും ഞാൻ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. അത് എങ്ങനെ നമുക്ക് നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ആരോഗ്യം കളയാതെ അതേ സെയിം ആ ഒരു ബോഡി വെയ്റ്റ്
ഇപ്പോഴും ഞാനത് തന്നെ ഉള്ളൂ. അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരാറില്ല. ചെറിയ ചെറിയ തുമ്മൽ ചീറ്റിലൊക്കെ വരും, ചില ഫുഡ് ഇൻഫെക്ഷനൊക്കെ വരാറുണ്ട്, അത് സ്വാഭാവികം. അത്രയേ ഉള്ളൂ. കാരണം നമുക്കിവിടെ കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ ചിലപ്പോൾ പുറത്തുനിന്നൊക്കെ കഴിക്കേണ്ടി വരുന്ന സമയങ്ങളിൽ കിട്ടുന്ന ഭക്ഷണങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത് ഇടയ്ക്ക് വരാറുണ്ട്, ബുദ്ധിമുട്ട് വരാറുണ്ട്. പക്ഷേ അല്ലാതെ നമ്മൾ എനർജീനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഹീൽ ചെയ്ത് വരുന്ന ബാഡ്രജീസിനെ അപ്പം തന്നെ റിലീസ് ചെയ്ത് കളയണം. അപ്പോൾ അതിന് മന്ത്രജപമാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇവിടെ ഇപ്പോൾ ഞാൻ കടപ്പുറത്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ കുറേ സമയം ഇരിക്കും, അതിവിടെ നടക്കും, വെള്ളത്തിൽ ഇറങ്ങി കുറച്ച് നേരം വെള്ളത്തിൽ ഇറങ്ങി നടക്കും. അപ്പോൾ ഈ ഉപ്പാണ്, ഉപ്പിൻ്റെ അംശമാണ് ഇവിടെ ഫുൾ ഉപ്പല്ലേ. അപ്പോൾ നമ്മൾ ശുദ്ധീകരിക്കപ്പെടും. പിന്നെ പഞ്ചഭൂത ശുദ്ധിയാണ് കടപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ. എല്ലാം ഉണ്ട്, പഞ്ചഭൂതങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. സൂര്യനടക്കം, സൂര്യൻ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. അപ്പോൾ സൂര്യരശ്മികൾ അടിക്കുമ്പോൾ തന്നെ ഇത്ര എനർജീസിൻ്റെ ശക്തി കുറയും. അപ്പോൾ നിങ്ങൾ വീടിനകത്ത് തന്നെ അടച്ചു കൂട്ടിയിരിക്കാതെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇതേപോലുള്ള സ്ഥലങ്ങളിലേക്ക് വന്ന് പ്രകൃതിയുമായിട്ടാണെങ്കിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഹീലേഴ്സിനെ പറ്റി ഹീലിംഗ് ചെയ്യരുത് എന്ന് നമ്മളുടെ ചില നല്ല ടീച്ചേഴ്സ്, അറിയപ്പെടുന്ന ചില ആൾക്കാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവർ പറയുന്നത് ശരിയാണ്, പക്ഷേ നമുക്കതിനെ ശുദ്ധീകരണം കൃത്യമായിട്ട് ചെയ്താൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റുള്ളവരുടെ കർമ്മങ്ങൾ കയറി നിങ്ങൾ എടുക്കരുത്. കർമ്മത്തിലോട്ട് എടുക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിക്ക് നിങ്ങൾ പോകരുത്. ബാഹ്യമായ രീതിയിലുള്ള അൺവാണ്ടഡ് എനർജീസ് ഒരാളുടെ ശരീരത്തിലുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് റിലീസ് ചെയ്ത് കളയാം. ഫിസിക്കൽ ലെവലിലുള്ള ഹീലിംഗ് നിങ്ങൾക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ അവൻ്റെ കർമാസി കയറിയിട്ട് നിങ്ങൾ കളിക്കാൻ നിൽക്കരുത്, കൈയിടാൻ നിൽക്കരുത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായമാണ്, സജഷനാണ് ഈ പുതിയ പുതിയ ഹീലേഴ്സ് വരുന്ന ആൾക്കാരുടെ അടുത്ത്. പഴയ ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല എന്ന് പറയുന്നത്. കാരണം പഴയ ആൾക്കാരൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും, അവർക്ക് അറിയാതൊക്കെ. പുതുതായിട്ട് വരുന്ന ഹീലേഴ്സ് കുറേ പേരുണ്ട്, പഠിച്ച് വരുന്ന ആൾക്കാർ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നൊരു അനുഭവമാണ്. അപ്പോൾ അതേപോലെ ശുദ്ധീകരണ പ്രക്രിയകൾ നിങ്ങൾ ചെയ്യുക, അതിന് വേണ്ടുന്ന മന്ത്രജപങ്ങൾ ചെയ്യുക, ക്ഷേത്രങ്ങളിൽ പോയി ദർശനം, ധ്യാനം. പിന്നെ എന്തെങ്കിലും എനർജീസിൻ്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് കൈയോടെ പരിഹരിച്ച് പോകണം. നിങ്ങൾ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം, പ്രത്യേകിച്ച് ഫുഡ് ഇൻഫെക്ഷൻ പെട്ടെന്ന് വരുന്നുണ്ട്. അതായത് ഗ്യാസ്ട്രിക് പ്രോബ്ലം. ഞാൻ ഇതിൽ വീഡിയോസൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വീഡിയോസ് പോയി കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്നൊക്കെ അത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വീണ്ടും പറഞ്ഞ് ഞങ്ങളെ ബോറടിപ്പിക്കണില്ല. അപ്പോൾ അതുകൊണ്ട് ഹീലേഴ്സ് ശ്രദ്ധിക്കുക. ഹീലിംഗ് ചെയ്യുന്നവർ നിങ്ങളുടെ ടീച്ചർ പഠിപ്പിച്ച് തന്നെ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ടീച്ചർക്ക് ഇത് മുഴുവനും പറഞ്ഞു തരാനുള്ള സമയം ഉണ്ടാവില്ല. ഇത് മുഴുവൻ പറഞ്ഞു തന്നോ നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ ഓൺ എക്സ്പീരിയൻസാണ് പിന്നുള്ളത്. അപ്പോൾ അതിന് ഒരു ചെറിയൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സജഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങളതിൽ ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോയാൽ അപകടമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും ഒരു അപകടമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ഹീലേഴ്സിനും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.